കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹതയാർന്ന പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതീവ നിർണായകരമായ ഒരു നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുകയാണ്. 4 പതിറ്റാണ്ടിലേറെയായി മരവിച്ചു കിടന്ന ചാക്കോ വധക്കേസ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഔദ്യോഗികമായി പുനഃപരിശോധിക്കാൻ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കൊൽക്കത്തയിൽ വെച്ച് സുകുമാരക്കുറുപ്പിനെ നേരിട്ട് കണ്ടതായി പോലീസിനെ അറിയിച്ചിരിക്കുന്ന നഴ്സിന്റെ മൊഴി അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പിടികിട്ടാപ്പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ നീക്കം. സുകുമാരക്കുറുപ്പിനെ ഒളിവിൽ പോയതിനു ശേഷം നേരിട്ട് കണ്ടുവെന്ന് വ്യക്തമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണ് മലയാളി നേഴ്സായ രത്നമ്മ. വർഷങ്ങൾക്ക് മുൻപ് കൊൽക്കത്തയിലുള്ള ഒരു പ്രമുഖ ആശുപത്രിയിൽ സുകുമാരക്കുറുപ്പ് രഹസ്യമായി ചികിത്സ തേടിയെത്തിയിരുന്നു. ഇതേ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന മലയാളിയായ നഴ്സ് രത്നമ്മയാണ് ചികിത്സയ്ക്കെത്തിയ ആൾ മറ്റാരുമല്ല കേരളം തിരിയുന്ന കൊടും കുറ്റവാളി സുകുമാരക്കുറുപ്പാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞത്. ഇതേക്കുറിച്ച് അവർ അന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. കേസ് പുനരന്വേഷിക്കുന്നതിന്റെ ഭാഗമായി കേസന്വേഷണം ഈ പ്രധാന സാക്ഷിയിലേക്ക് വീണ്ടും എത്തിച്ചേരുകയായിരുന്നു. കൊൽക്കത്തയിലെ ഔദ്യോഗിക സേവനങ്ങളിൽ നിന്ന് വിരമിച്ച ശേഷം നഴ്സ് രത്നമ്മ ഇപ്പോൾ കേരളത്തിലാണ് താമസമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം അവരെ നേരിട്ട് കണ്ട മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. കുറുപ്പ് ചികിത്സയ്ക്കെത്തിയപ്പോഴുള്ള ശാരീരിക സ്ഥിതി, അവന്റെ അടയാളങ്ങൾ, പെരുമാറ്റ രീതികൾ തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ക്രൈംബ്രാഞ്ച് വിശദമായി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്ന പ്രതിയുടെ പൊക്കത്തെക്കുറിച്ചോ മുഖത്തെക്കുറിച്ചോ രൂപത്തെക്കുറിച്ചോ അവസ്ഥയെക്കുറിച്ചോ കൃത്യമായ നിഗമനങ്ങളിൽ എത്താൻ ഈ പുനർമൊഴി കേസന്വേഷണ സംഘത്തെ സഹായിക്കും. വർഷങ്ങളായി ഈ പുരോഗതിയുമില്ലാതെ മരവിച്ച മട്ടിൽ ഫയലുകളിൽ ഒതുങ്ങിപ്പോയ ഈ കേസിന് ഇപ്പോൾ വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ പുനഃപരിശോധന കേവലം സാധാരണമായ ഒന്നല്ല. തെളിയിക്കപ്പെടാതെ കിടക്കുന്ന പഴയ കേസുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായി പോലീസ് ആരംഭിച്ച പ്രത്യേക ഡ്രൈവിന്റെ ഭാഗമായാണ് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ കടുത്ത നീക്കങ്ങൾ നടക്കുന്നത്. കേരള പോലീസിനെ മാത്രമല്ല മലയാളി സമൂഹത്തെയാകെ കഴിഞ്ഞ 42 വർഷമായി ഒരേപോലെ പിന്തുടരുന്ന ഈ വലിയ ചോദ്യചിഹ്നമാണ് സുകുമാരക്കുറുപ്പ് എവിടെ പോയി എന്നത്. വിദേശത്തെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി സ്വന്തം സുഹൃത്തിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി താൻ മരിച്ചുവെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ ഒരു കുറ്റവാളി നടത്തിയ ആസൂത്രണം പിന്നീട് മാറിയത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്വേഷണ ദുരൂഹതയിലേക്കാണ്. വർഷങ്ങളായി ഒരു പുരോഗതിയുമില്ലാതെ മരവിച്ചു കിടന്ന ഈ ഫയലുകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വീണ്ടും തുറന്ന് പരിശോധിക്കുന്നത്. സുകുമാരക്കുറുപ്പ് എന്ന പ്രതി നടത്തിയത് കേവലം ഒരു കൊലപാതകമായിരുന്നില്ല, മറിച്ച് വൻ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടിട്ടുള്ള ആസൂത്രിത തട്ടിപ്പായിരുന്നുവെന്നും വിദേശത്തു നിന്നുള്ള വലിയ തുകയുടെ ഇൻഷുറൻസ് പണം എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക എന്നതായിരുന്നു കുറുപ്പിന്റെ പ്രധാന ലക്ഷ്യമെന്നും പോലീസ് പറയുന്നു. താൻ മരണപ്പെട്ടുവെന്ന് കാണിച്ച ഇൻഷുറൻസ് കമ്പനിയെയും നിയമ സംവിധാനങ്ങളെയും പറ്റിക്കുന്നതിനായി സുകുമാരക്കുറുപ്പ് തന്റെ സ്വന്തം സുഹൃത്തിനെയാണ് ക്രൂരമായി ഇരയാക്കിയത്. സുഹൃത്തിനെ കാറിനുള്ളിലിട്ട് ചുട്ടു കൊലപ്പെടുത്തുകയായിരുന്നു കുറുപ്പ് ചെയ്തത്. അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഈ കേസ് രേഖപ്പെടുത്തിയിരുന്ന രീതിയിൽ നിന്നും പിൻകാലത്ത് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിരുന്നു. പതിറ്റാണ്ടുകളായി ഒളിവിലിരുന്ന പ്രതി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇന്നും കൃത്യമായൊരു വ്യക്തതയില്ല. ചാക്കോ കൊല്ലപ്പെടുകയും കുറുപ്പ് ഒളിവിൽ പോവുകയും ചെയ്തതിനു ശേഷം കഴിഞ്ഞ 42 വർഷമായി ഈ കേസ് വലിയൊരു ദുരൂഹതയായി തുടരുകയാണ്. ഒരു ഘട്ടത്തിനും ശേഷം ഈ കേസ് ഫയലുകൾ പൂർണ്ണമായി മരവിച്ച മട്ടിലായിരുന്നു കിടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഔദ്യോഗികമായി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചതോടെ കേസിന് വീണ്ടും വലിയൊരു ജീവൻ വെച്ചിരിക്കുകയാണ്. IG അജിത ബീഗത്തിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ഈ മരവിച്ച കേസിന്റെ നിലവിലത്തെ പരിശോധനകൾ നടത്തിയിരുന്നത്. 42 വർഷങ്ങൾക്ക് ശേഷവും സുകുമാരക്കുറുപ്പ് എന്ന പേര് കേൾക്കുമ്പോൾ കേരള പോലീസും ജനങ്ങളും ഒരുപോലെ ഉറ്റുനോക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ സ്പെഷ്യൽ ഡ്രൈവിംഗിലൂടെയും നഴ്സിന്റെ പുതിയ മൊഴിയിലൂടെയും കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തത വരുത്താൻ സാധിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം.